നമസ്കാരം. 3 കോണ്ടിനെന്റുകൾ താണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയ്ക്കാണ് ഇന്ന് പോകുന്നത്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും നോർത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്കയുടെ ഭാഗം മെക്സിക്കോയിലേക്കാണ് ഇന്നത്തെ യാത്ര. കോഴിക്കോട് നിന്നും ഇൻഡിഗോ ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്കാണ് ആദ്യത്തെ യാത്ര. 1.5 മണിക്കൂർ യാത്രയാണ് കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്ക്. അവിടെ ഏകദേശം 5 മണിക്കൂറോളം ലേ ഓഫ് ഉണ്ട് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ്. ഈ സമയം എനിക്ക് രക്ഷയായിട്ടുള്ളത് ട്രാവൽ ലോഞ്ചാണ്. അവിടെ 2 രൂപയ്ക്ക് നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാം കുറേ സമയം. രാത്രി 2 മണിയായ സമയത്ത് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനായിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയാൽ കാണാം ചെന്നൈയുടെ അതിമനോഹരമായിട്ടുള്ള സിറ്റി വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മളിന്ന് പോകുന്നത് എയർ ഫ്രാൻസിന്റെ AF115 ബോയിങ് എയർക്രാഫ്റ്റ് ആണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഈവൻ എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് ആയിട്ട് കൂടി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് സ്പേസ് ഉള്ള നല്ല സ്ക്രീനുള്ള അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ല അടിപൊളി ഒരു എയർക്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 12 hours ജേണി ഇത്ര ശ്രമകരമാവില്ല എന്നാണ് തോന്നുന്നത്. പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് അറിയാണ്ട് മയക്കത്തിലേക്ക് പോയി. പിന്നീട് എണീക്കുമ്പോൾ പുറത്ത് കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ്. ഫ്ലൈറ്റിന്റെ സ്ക്രീനിൽ ഞാൻ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇറാഖിലെ ഏതോ ഒരു നഗരത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നത്. സൈഡിൽ കാണാം സിറിയൻ ഡെസേർട്ട് കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പുറത്ത് കാണുന്നത്. വീണ്ടും ഒരു ദീർഘമായിട്ടുള്ള മയക്കത്തിലേക്ക് പോയി. രാവിലെ എണീറ്റ സമയം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പുറത്ത് കാണുന്നത്. മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ആകാശം, മുകളിലൂടെ നമ്മുടെ ഫ്ലൈറ്റിന്റെ ചിറകുകൾ കാണാം. നമുക്ക് AF എന്ന് എഴുതിയിട്ടുള്ള ഫ്ലൈറ്റിന്റെ ചിറകുകൾ മനോഹരമായിട്ട് പറന്നു പോകുന്നതാണ്. ഫ്ലൈറ്റിൽ കിട്ടാവുന്ന വളരെ നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഭിച്ചത്. വീണ്ടും ഒരുപാട് രാജ്യങ്ങളുടെ മുകളിലൂടെ നമ്മുടെ ഫ്ലൈറ്റ് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8:30 മണിയോടുകൂടി നമ്മൾ യൂറോപ്പിൽ എത്തിച്ചേർന്നു, പാരീസിലേക്ക് എത്തിച്ചേർന്നു. തലേ ദിവസം ഇന്ത്യയിൽ നിന്നും 2 മണിക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ടോട്ടൽ നമുക്ക് കാണുമ്പോൾ 6 മണിക്കൂറാണെങ്കിലും അത് കോണ്ടിനെന്റുകൾ തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ്. നമ്മുടെ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തത് ഏകദേശം 12 hours ആണ്. ഇനി എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വൈഫൈ അവൈലബിൾ അല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്ത എയർബിഎൻബിയിലെ റൂം കണ്ടെത്താൻ വളരെയധികം ഞാൻ പ്രയാസപ്പെട്ടു. ശരിക്കും പാരീസ് നഗരം വെൽ കണക്റ്റഡ് ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. എൻ്റെ വലിയ ലഗേജ് ഞാൻ ലോക്കറിൽ സൂക്ഷിച്ചു. ഏകദേശം 20 euro ആണ് എനിക്ക് ആ ലോക്കറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് വന്നത്. എയർപോർട്ടിൽ നിന്നും തന്നെ നേരിട്ട് നമുക്ക് റെയിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗാഡെ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷന്റെ നിയർ ആയിട്ടാണ് നമ്മുടെ റൂം കൂടിയത്. നേരെ റെയിൽവേ കയറി ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ നിന്നും പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് ആയി. നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി റൂമാണ്. ഇത് അവർ തന്നെ താമസിക്കുന്ന അവരെ പ്രൈവറ്റ് റൂമാണ്. അത് ചില സമയങ്ങളിൽ അവർ എയർബിഎൻബിയിൽ കുറച്ച് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള റൂമാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഫ്രാൻസിന്റെ പാരീസിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ. റൂമിന്റെ പുറത്ത് തന്നെ കാണാം വളരെ ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള വളരെ കൂളായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യുന്ന കുറേ മനുഷ്യരുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നഗരമാണ് പാരീസ്. ഞാൻ നേരെ ട്രെയിൻ കയറി നേരെ പോകുന്നത് ഈഫിൾ ടവറിലേക്കാണ്. ഈഫിൾ ടവർ പോകുന്ന വഴി തന്നെ ഗാലറിയ ലാബേറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സമുച്ചയം കാണാം. അവിടെ ചെന്നു അതിന്റെ ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പാരീസ് നഗരം കാണാം. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒപേര കാണാം, ദൂരെയായിട്ട് നമുക്ക് ഈഫിൾ ടവർ കാണാം. സമയപരിമിതി മൂലം കുറച്ച് നേരം എല്ലാ സ്ഥലങ്ങളിലും സ്പെൻഡ് ചെയ്തു. ഞാൻ നേരെ ഈഫിൾ ടവറിലേക്കും. ഈഫിൾ ടവർ നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. ചെറിയൊരു നദിക്കരയിലേക്കാണ് നമ്മൾ ട്രെയിൻ എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മൾ ദൂരേക്ക് ഈഫിൾ ടവർ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പലരും ഈഫിൾ ടവറിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈഫിൾ ടവറിനെ ലക്ഷ്യമാക്കി നടന്നു. ഈഫിൾ ടവറിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ ഒരു വലുപ്പം മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ലോകാത്ഭുതങ്ങളിലൊന്നായിട്ട് ഈഫിൾ ടവർ മാറി. ഈഫിൾ ടവറിലേക്ക് കയറിയാൽ മാത്രം മതി. ടിക്കറ്റ് എടുത്തു, നേരെ ഈഫിൾ ടവറിലേക്ക് കയറി. 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് നമുക്ക് നടന്ന് കയറാം, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള എസ്കലേറ്റർ യൂസ് ചെയ്യാം. ഞാൻ നടന്ന് കയറുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. 11.5 euro ആണ് ഇതിനുള്ള എക്സ്പെൻസ്. ശരിക്കും ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലിയതായിട്ടുള്ള ഒന്നാണ്. ഓരോ കാലുകളിലും ഓരോ എൻട്രൻസ് ആണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള. അത്രയും വലുതാണ് ഈ ഒരു ഈഫിൾ ടവർ. മുകളിലേക്കുള്ള ഓരോ പടികളും ചവിട്ടുന്ന സമയത്താണ് ഈ ടവർ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഏകദേശം 10 മിനിറ്റോളം നമ്മൾ നടന്നാൽ മാത്രമേ ഫസ്റ്റിലൊരു ഫ്ലോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈഫിൾ ടവറിന് 3 ഫ്ലോറുകളാണ്. 3ാമത്തെ ഫ്ലോറിലേക്ക് ഇപ്പോൾ ആക്സസ് ഇല്ല, മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് അവർ കൂട്ടിയിട്ടതാണ്. ഫസ്റ്റ് ഫ്ലോറിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അവിടെ തന്നെ നമുക്ക് ചെറിയ കഫേകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ചെറിയ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ വീണ്ടും നടന്നാൽ മാത്രമേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫ്ലോറിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഏകദേശം ഈവനിങ് ആണ് ഞാൻ ഈഫിൾ ടവറിന്റെ മുകളിലേക്ക് നൈറ്റിലെ വിഷ്വൽസ് കൂടി കണ്ടിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ഈഫിൾ ടവറിന്റെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളൊക്കെ കത്തി വെക്കുന്ന അതിമനോഹരമാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ നേരെ റൂമിലേക്ക് തിരിച്ചെത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് തിരിച്ചു പോകണം. കാരണം നമ്മുടെ ഫ്ലൈറ്റ് 11:30-ക്കാണ്. 3 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ അവിടെ എത്തണം. നമുക്ക് ലഗേജ് കളക്ട് ചെയ്യാനുണ്ട്, ഒരുപാട് ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി പുറത്തിറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്നും ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഏകദേശം ഒരു 1 hour ജേണിയാണ് മൊത്തത്തിലെടുക്കുക. ഇനി നമ്മുടെ യാത്ര മെക്സിക്കോ
മെക്സിക്കോയിലേക്കാണ്. പാരീസിലെ കാഴ്ചകളൊക്കെ പാരീസിനോട് ഒരു മനോഹരമായിട്ടുള്ള ബൈ പറഞ്ഞിട്ട് ഞാൻ നേരെ മെക്സിക്കോയിലേക്കാണ്. എയർ ഫ്രാൻസിന്റെ വിമാനം തന്നെയാണ് പാരീസിൽ നിന്നും മെക്സിക്കോയിലേക്ക്. പക്ഷേ നിരാശപ്പെടുത്തി. നമ്മൾ ഇന്ത്യയിൽ നിന്നും പാരീസിലേക്ക് എത്തി അത്ര വലിയ സെറ്റപ്പ് ഒന്നും നമുക്ക് ഈ ഒരു ആയിട്ടില്ല. ഇനിയും ഏകദേശം 12 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം. എന്നാൽ നമ്മൾ മെക്സിക്കോയിലേക്ക്. പുറത്ത് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരിക്കലും വിൻഡോ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നട്ടുച്ച ടൈമാണ്. നമ്മൾ സീ ലെവലിന്റെ എത്രയോ അടി മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. സൂര്യൻ വളരെയധികം ഹോട്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിൻഡോസ് ഒക്കെ എല്ലാവരും താത്തിയിട്ടാണ്. എല്ലാവരും ചെറിയ സ്ക്രീനിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മഞ്ഞ് പുതച്ച് നിൽക്കുന്ന പ്രദേശമാണ്. നേരെ മാപ്പിൽ നോക്കി നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അമേരിക്ക, കാനഡ റീജിയനിലൂടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കുറേ മലനിരകളാണ് കാണുന്നത്. 12 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മൾ മെക്സിക്കോയിലേക്ക് ഇറങ്ങുകയാണ്. ലാൻഡിങ്ങിലേക്കാണ് പോകുന്നത്. ശരിക്കും അത്ഭുതമാണ് മെക്സിക്കോ. ഒരുപാട് വലിയ കെട്ടിടങ്ങൾ ശരിക്കും വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. താഴെ നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും വലിയൊരു മൈതാനം, ഒരു മരുഭൂമി നമുക്കൊരു വലിയ സിറ്റി ആയിട്ട് മാറ്റിയെടുത്ത പോലെയാണ് നമുക്ക് മെക്സിക്കോ കാണുന്നത്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വളരെ വിശാലമായിട്ടുള്ള റോഡുകൾ കാണും. നേരെ ഊബറിൽ ഞാൻ എൻ്റെ റൂമിലേക്കുള്ള കാർ ബുക്ക് ചെയ്തു. എറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവറാണ്. ആദ്യത്തെ കുറച്ച് സമയം ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് അവർക്ക് അറിയില്ല. പിന്നെ ട്രാൻസ്ലേഷൻ ഓൺ ആക്കിയിട്ട് ഞങ്ങൾ കൂട്ടായി ഏകദേശം 30 മിനിറ്റ് ഞങ്ങൾ നല്ല സുഹൃത്ത് നമ്പറൊക്കെ കൊടുത്തു. ഇനിയും കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോകും. ഇനി നമുക്ക് മെക്സിക്കോയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വീണ്ടും അടുത്ത വീഡിയോകളിലായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.